ഇറാന്റെ ശക്തമായ തിരിച്ചടിയിൽ അമേരിക്കൻ സൈനികർ മരണപ്പെട്ടതിൻ്റെയും പരുക്കേറ്റതിൻ്റെയും വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ജോർദാനിലുള്ള ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുടെ ബേസിൽ ഇറാൻ 2 ദിവസങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായ പരുക്കുകളാണ് അമേരിക്കൻ സൈനികർക്കും അതുപോലെ തന്നെ ബേസുകളിലും സംഭവിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാന്റെ മിസൈലുകൾ വളരെയധികം കൃത്യതയുള്ളതാണ്. അത് തന്നെയാണ് അമേരിക്കയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നതും. അമേരിക്കൻ സൈനികർ താമസിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സുകൾ, ബങ്കറുകൾ ഇവിടെയെല്ലാം വളരെ കൃത്യതയോടെയാണ് ഇറാന്റെ മിസൈലുകൾ ആക്രമണം നടത്തുന്നത്. ജോർദാനിലെ കിങ് ഫൈസൽ എയർബേസിൽ നടന്ന ആക്രമണങ്ങളിൽ 5 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റു എയർബേസുകളിൽ നടന്ന ആക്രമണങ്ങളിൽ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരിച്ചടിയിൽ അമേരിക്കൻ സൈനികർ മരണപ്പെട്ടതിന്റെയും ഗുരുതരമായ പരിക്കേറ്റതിന്റെയും കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ന്യൂയോർക്ക് ടൈംസ് തന്നെ ഇപ്പോൾ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോർദാനിലുള്ള ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുടെ ജോർദാനിലെ ബേസിൽ 2 ദിവസങ്ങളായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൽ വലിയ ഗുരുതരമായ പരിക്കുകളാണ് അമേരിക്കൻ സൈനികർക്കും അതുപോലെ മിലിറ്ററി ഫെസിലിറ്റികളിലും ഉണ്ടായത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പ്രകാരം ഇറാന്റെ മിസൈലുകൾ വളരെ കൃത്യതയാർന്നതാണ്. ഇതാണ് അമേരിക്കയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. അമേരിക്കൻ സൈനികർ താമസിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള കേന്ദ്രങ്ങൾ, ബങ്കറുകൾ ഇവിടെയെല്ലാം വളരെ കൃത്യതയോടെയാണ് ഇറാന്റെ മിസൈലുകൾ ആക്രമിക്കുന്നത്. മാത്രമല്ല, ആക്രമണങ്ങളിൽ ഉണ്ടായ അപകടങ്ങൾ ചെറിയ രീതിയിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ഔദ്യോഗികമായി ഈ കാര്യം പുറത്തുവിട്ടിട്ടില്ല, വിടുകയുമില്ല എന്നറിയാം. The first strike targeted a residential facility at King Faisal Air Base, injuring up to 5 US troops എന്നാണ് പറയുന്ന. ആദ്യ ആക്രമണത്തിൽ ജോർദാനിലുള്ള കിങ് ഫൈസൽ എയർബേസ് ഇവിടെ ഉണ്ടായ ആദ്യ ആക്രമണത്തിൽ 5 US സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദി സെക്കൻഡ് ഹിറ്റ് ആൻഡ് ഈസ്റ്റേൺ ജോർദാൻ ബേസിലുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എയർക്രാഫ്റ്റുകൾ, ഒന്നിലധികം യുദ്ധവിമാനങ്ങൾ, അതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ദിവസത്തിന് ശേഷം പിന്നീട് നടന്ന ഇറാന്റെ ആക്രമണത്തിൽ മോഫക് സൽത്തി, അതായത് ജോർദാനിലുള്ള അൽ അസ്റഖിലുള്ള മോഫക് സൽത്തി, ഇതാണ് കൂടുതലായും അമേരിക്ക ഇറാനെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം ഇസ്രയേലിന് മുന്നിലുള്ള വലിയൊരു കവചമാണ് യഥാർത്ഥത്തിൽ ജോർദാനിലുള്ള എയർബേസുകൾ. ഇസ്രയേലിന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ, ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെയൊക്കെ തടയാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചിരുന്ന ബേസുകളാണ് ജോർദാൻ. കാരണം ജോർദാനിനോട് തൊട്ടടുത്താണ് ഇസ്രയേൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇസ്രയേലിന്റെ വ്യോമ മേഖലകളിലേക്ക് മിസൈലുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ തടയുകയായിരുന്നു സാധാരണ രീതി. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഇറാൻ കൃത്യമായി ആക്രമിക്കുന്നത്. ഇത് ഇസ്രയേലിന് നേരെയുള്ള ഒരു ആക്രമണത്തിന്റെ മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ആദ്യ ഘട്ടമാണ് എന്ന് പറയാൻ സാധിക്കും. 2 ദിവസം കഴിഞ്ഞ് ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം മോഫക് സൽത്തിയിൽ നടത്തുമ്പോൾ അവിടെ 20 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ബങ്കറുകളിൽ, ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചതായിരുന്നു. ഈ ഷെൽട്ടറുകളിൽ ആക്രമണമുണ്ടായി 20 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അമേരിക്കൻ സൈനികർക്ക് ബേസിലുള്ള സുരക്ഷിത താവളങ്ങൾ പോലും ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ സുരക്ഷിത താവളങ്ങൾ അല്ലാതായി മാറുന്നു. പിന്നീട് വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ആക്രമണത്തിലും മോഫക് സൽത്തി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട എയർബേസ് ആണ്, അവിടെയാണ് ആക്രമണം നടത്തിയത്. 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ മിസ്സാവുകയും ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളൊന്നും വെറുതെ അല്ല, വളരെ കൃത്യതയോടെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളൊന്നും ഇറാന് യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നില്ല. വളരെ കൃത്യമായ ടാർഗറ്റുകളെ ആക്രമിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാം ചിന്തിക്കേണ്ടത് US സൈനികർക്ക് നേരെ, കാരണം അവിടെയുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സുകൾ അത്
അത് സൈനികർ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തിയാൽ അവിടെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടായത്? കാരണം സൈറണുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ കഴിയുമല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഏർലി വാർണിംഗ് സിസ്റ്റങ്ങളെല്ലാം ഇപ്പോൾ തകരാറിലായിരിക്കുന്നു. അതുകൊണ്ടാണ് സൈനികർ അപകടത്തിൽപ്പെടുന്നത്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മിസൈൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ വിവരം നൽകാനുള്ള ഏത് ലക്ഷ്യത്തിലേക്കാണ് വരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അപകടത്തിലായിട്ടുണ്ട് എന്ന കൃത്യമായ കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.